വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. ടോബി ജോൺസൺ അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. പി.സി. ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ നടന്ന നടപടികൾ പിന്നീട് കോടതി അത് പരിഗണിക്കുന്നു. ഇപ്പോൾ പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്തൊക്കെ ഉപാധികളാണ് എന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ തേടാം. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്താണ്? പി.സി. ജോർജിന് ആശ്വാസം? അതായത് വി ജയശങ്കറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് ആശ്വാസം, ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം വി ജയശങ്കർ നൽകും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ. ജയശങ്കർ, ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി.സി. ജോർജിന് മതവിദ്വേഷ പരാമർശത്തിൽ നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ ജാമ്യവിധി എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. പി.സി. ജോർജിനെ സംബന്ധിച്ച ഈ പരാമർശത്തിൽ വലിയ ആശ്വാസമാണ്. കാരണം ഈ കേസ് പോലീസ് എടുക്കുന്നു, പിന്നീട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഉൾപ്പെടെ ശ്രമിച്ചെങ്കിലും അത്തരമൊരു ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ അദ്ദേഹം റിമാൻഡിൽ പോയി. പിന്നീട് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അനുഭവപ്പെട്ട പി.സി. ജോർജ് നിലവിൽ ആശുപത്രിവാസത്തിലാണ് ഇടയിലാണ് ഇത്തരത്തിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച ജയിൽവാസം ഒഴിവാകുന്നു, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ വിധിപ്പകർപ്പ് ഉൾപ്പെടെ വരാനുണ്ട്. ഈ ജാമ്യം എന്തൊക്കെ വ്യവസ്ഥകളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പി.സി. ജോർജിന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനി സ്വതന്ത്രനാകാനാകും. എന്തായാലും ഇത് എന്തൊക്കെ കണ്ടീഷനുകളാണ് വെച്ചിരിക്കുന്നത്, ജാമ്യവ്യവസ്ഥ എങ്ങനെയാണ്, കർശനമാണോ, ഉപാധികളുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇനി എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ വരുന്ന വിവരം, കോടതി ഇതുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. റിജിത്ത്, വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ജാമ്യ ഉത്തരവിലുള്ളത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തത വരും. എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട കോടതി. മതവിദ്വേഷ പരാമർശത്തിലാണ് പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡായിരുന്നു. പിന്നീട് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു പി.സി. ജോർജ്. നേരത്തെ പി.സി. ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നതും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ ഈ പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉണ്ടാകുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ECGയിലെ വേരിയേഷൻ ഇതൊക്കെ കണ്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സെല്ലിൽ റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്കാണ് കടന്നത്. ഇപ്പോൾ എന്തായാലും കോടതിയിൽ നിന്ന് ആശ്വാസകരമായൊരു തീരുമാനം, പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു തീരുമാനം ഉണ്ടാവുകയാണ്. ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി.